வாழ்வாய் தீரவே அவள் தன் யாசனைகள் கூட்டியதாகട്ടെ പാരിക്കുമോല ബോല ബോരോ കാദേശോ ദേവസുതൻ ജനനീ കന്യകമറിയാമേ മുഴുവനിലും പരിമളമേകുന്നു ിടരുതേ മാതാവേ ഞങ്ങളിലാകൃത തോന്നിയിട മാൻവന പോലെ തളർത്തിടുമേ ഹാലേലൂയ വളരും അവൻ ലബനോന്റെ ഘാരയിൽ വർദ്ധിക്കുമോർക്കു തുഷ്ടി പുഷ്ടികളും ോഖാദീശോ ഓരോ പോലെങ്ങും യൗസേഫ് കീനോ മേലും ഉദകനമേതി പ്രാർത്ഥനമി ഓർമ്മേകുമാരി പ്രാർത്ഥനയിൻ സമയമേതല്ലോ മോർഗി വരുകി ആടുകളെ പരിശുദ്ധന്മാരെ നിങ്ങൾ കോപത്തിൽ വഴികളെയുമായി പോലെ ഹാലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ഖാദീശോ കാരണത്താലെ നിൻ കൃപയെ ജീവാസുരമഗുണത്തടമേ കബറി മുത്യാന സൗമിത്തായ സ്തുതിയിലായി മൃതരെ ജീവിപ്പിപ്പും രാജ മുകിലകിന്മേൽ ആഘോഷിത നായേ
തൻ മുൻകൊമ്പിൻ നാദം കേട്ടിട്ട് അങ്കിയണിഞ്ഞേൽപ്പാനായി പോയിടുന്നു ഞങ്ങൾതൻ കർത്താവേ നീ കാരുണ്യം ചെയ് ഞങ്ങൾ മേൽ നിൻ മാതാവും ഖാദീശ് മാറും ചെയ്യും യാതിപ്പാൽ അറിയാമേനായി ശ്ലോമോ പന്മരേ ചോരാരഖ ദൈവം യോജിപ്പായെന്നായി വന്നറിവേ നിർഹാനയാദ്യർമേൽ വേത്തിയൊരാമലാഘാതൻ മൃദർ തന്നാസ്തി കൂട്ടത്തിൽ കൃപയാം നേർവീഴ്ത്തിയിടണം. ഞങ്ങൾ തൻ കർത്താവേ നീ കാരുണ്യം ചെയ്തവന്മേൽ നിന്മാരാവും കാര്യം ചെയ്യും യാചിപ്പാൻ. അനുഗ്രഹിക്കപ്പെട്ടവരെ, തമ്പുരാനെ പറ്റി അമ്മയുടെയും പരിശുദ്ധന്മാരുടെയും നമുക്ക് മുൻചെന്ന് വാങ്ങിപ്പോയ പരേതരുടെയും പ്രാർത്ഥനാ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ച് ഇനി നാം നിർവഹിക്കാൻ പോകുന്നത് പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണമാണ്. ഇതിനേക്കാൾ മുമ്പ് പല പ്രാവശ്യം പല വർഷങ്ങളിലായി ഈ തീജ്വാല ശുശ്രൂഷയിൽ സംബന്ധിച്ച പലരും ഇന്ന് ഇതിന്റെ ആത്മീയമായ അർത്ഥം ഉൾക്കൊള്ളാതെ ഈ പള്ളിക്ക് ചുറ്റി തിരിച്ച് പള്ളിയിൽ പ്രവേശിക്കപ്പെടുമ്പോൾ അന്ന് പുറമേയാക്കപ്പെട്ട ആട്ടിടയന്മാർ ഒറ്റും ഭേദമുള്ള ജോലിയന ആടുമേയ്ക്കൽ, അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ ഏറ്റവും താണവരും അജ്ഞരും അറിവില്ലാത്തവരുമായി പുറംപോക്കിൽ വസിച്ച ആട്ടിടയന്മാരുടെ മുമ്പിൽ രാത്രി പോലും ഉറങ്ങാതെ ജാഗരിക്കുന്ന, ഏൽപ്പിച്ച ജോലി വ്യക്തമായി ചെയ്യുന്ന, തങ്ങളെ ഏൽപ്പിച്ച ആട്ടിൻകൂട്ടത്തിൽ ഒന്നുപോലും ചെന്നായി പിടിക്കാതെ രാവിൽ മാറി മാറി ഉണർന്നിരിക്കുന്ന ആട്ടിടയന്മാരുടെ മധ്യത്തിൽ ഒരു പ്രകാശം ഉദിച്ചു. ദൈവം നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ച തൊഴിൽ മേഖലകളുണ്ട്. കുടുംബസ്ഥനായി, ഭർത്താവായി, ഭാര്യയായി, മക്കളായി, ആരോഗ്യമുള്ള യൗവനക്കാരായി ദൈവം ഏൽപ്പിച്ച ഓരോ കാലഘട്ടത്തിൽ ഏൽപ്പിക്കുന്ന തൊഴിൽ മേഖലയുണ്ട്. അതിൽ ഉറങ്ങുന്നവരോ ഉണർന്നിരിക്കുന്നവരോ എന്ന് ചിന്തിക്കേണ്ടതാണ്. ഉറങ്ങാതിരിക്കുന്നവരുടെ മുമ്പാകെ ഒരു പ്രകാശ നക്ഷത്രം ഉദിക്കും. സ്വർഗത്തിൽ സമാധാനമെന്നവർ അറിയിക്കും. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം അവർ ആശംസിക്കും. നിങ്ങളുടെ തൊഴിൽ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ പേര് സമൂഹത്തിൽ മോശപ്പെട്ടതോ താണതോ ഏതുമാകട്ടെ, നിങ്ങളെ ഏൽപ്പിച്ച തൊഴിലിലും ദൈവം നിങ്ങളെ ഭരമേൽപ്പിച്ച സ്ഥാനത്തും നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പാകെ ദൈവത്തിന്റെ മാലാഖമാർ പ്രത്യക്ഷമാകും. ജ്ഞാനികളും വിജ്ഞാനികളും പ്രഭുക്കന്മാരും ധാരാളം ഉണ്ടായിരുന്നിട്ടും അജ്ഞതയുള്ള മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടവനായ ദൈവം ഇന്ന് മുഖം കൂനി കുടുംബത്തിന്റെ മഹിമ നഷ്ടപ്പെട്ട് ആത്മീയമായി അപരാധങ്ങൾ സംഭവിച്ചു എന്നുള്ള ചിന്ത കൊണ്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മധ്യത്തിലേക്ക് ദൈവത്തിന്റെ മാലാഖമാർ ഇറങ്ങി വരട്ടെ. ജ്ഞാനികളായ പ്രഭുക്കന്മാർ, രാജാക്കന്മാർ തേടിപ്പോയി. അവർക്ക് പക്ഷേ വഴിതെറ്റി. അവർ രാജകൊട്ടാരത്തിൽ അന്വേഷിച്ചു. യേശുവിനെ അന്വേഷിക്കേണ്ടത് രാജകൊട്ടാരത്തിലല്ല. യേശു തമ്പുരാൻ വസിക്കുന്നത് അനാഥന്റെയും ആശ്രിതന്റെയും പാവപ്പെട്ടവന്റെയും അഗതിയുടെയും മധ്യത്തിലാണ്. സ്നേഹമുള്ളവരെ, ഈ ധന്യമായ അനുഗ്രഹപൂർണമായ ഉണ്ടെന്ന് വിചാരിക്കുന്ന അഹംഭാവത്തെയും എല്ലാം സ്വന്തമായി നേടിയെന്ന് വിചാരിക്കുന്ന സകലത്തെയും അങ്ങ് ക്രമീകരിക്കുന്ന തീജ്വാലക്കുഴിയിൽ നാം ഉപേക്ഷിക്കുന്നു. ദൈവത്തിന് കീഴ്പ്പെട്ട് നമ്മുടെ മുമ്പാകെ തെളിയുന്ന നക്ഷത്രം നോക്കി നാം യാത്രയാകുന്നു. അനുഗ്രഹീതമായ പ്രദക്ഷിണം ഇപ്പോൾ ക്രമീകരണങ്ങൾ അനുസരിച്ച് നടത്തപ്പെടുന്നു. വളരെ ശാന്തമായും അച്ചടക്കമായും നിർവഹിക്കേണ്ടുന്ന ഒരു ആത്മീയ ശുശ്രൂഷ എന്നതുകൊണ്ട് ആരുമാരെയും നിയന്ത്രിക്കാതെ
നിങ്ങളുടെ ഉള്ളിലെ തേങ്ങലുകളും ആവശ്യങ്ങളും പ്രാർത്ഥനയിൽ സമർപ്പിച്ച് ഈ പള്ളിയിൽ ചുറ്റി ദൈവമാതാവിനെ ശീലകൾ ചുറ്റിക്കണ്ട കുഞ്ഞിനെ, അമ്മയോടൊപ്പം കുഞ്ഞിനെ കണ്ട അട്ടിടയന്മാരെ പോലെയും വിദ്വാൻമാരെ പോലെയും കാണുവാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ വന്യരായ കോറപ്പിസ്കോപ്പന്മാരുടെയും ബഹുമാനപ്പെട്ട വൈദികരുടെയും പള്ളി പ്രിയപ്പെട്ട ശമാശന്മാരുടെയും പള്ളി ശുശ്രൂഷ സംഘത്തിന്റെയും വിശ്വാസീരന്മാരായ നിങ്ങളേവരുടെയും ആ സഹകാർമ്മികത്വത്തിലും സഹകരണത്തിലും ഈ ധന്യമായ ശുശ്രൂഷ ഇപ്പോൾ നിർവഹിക്കപ്പെടുന്നു. ബേദലഹേം വഴി പോകുമ്പോ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇപ്പോൾ ഈ ദേവാലയത്തിൽ സന്നിധരായിരിക്കുന്ന പുരുഷന്മാര് കുന്തിരിക്കവുമായി വടക്കേ പന്തലിലേക്ക് ഇറങ്ങി മുത്തുക്കുട, കുടി, കുരിശ് മുതലായ പള്ളി സാധനങ്ങൾ എടുത്തുകൊണ്ട് പ്രദക്ഷിണത്തിനൊരുങ്ങേണ്ടതാണ്. സ്ത്രീകൾ തെക്ക് വശത്തെ പന്തലിലേക്ക് ഇറങ്ങി പള്ളിയുടെ കിഴക്ക് വശത്തു കൂടി വന്ന് മേക്കട്ടിയുടെ പിറകിലായി നിൽക്കേണ്ടതാണ്. തീജ്വാല കുഴിയുടെ അരികിൽ ചെല്ലുമ്പോൾ പുരുഷന്മാര് തീജ്വാല കുഴിയുടെ തെക്ക് വശത്ത് പൂർണ്ണമായി മാറി നിൽക്കുകയും സ്ത്രീകൾ വടക്ക് വശത്ത് നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോൾ ദൈവയാലത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ആളുകളും പുറത്തേക്ക് ഇറങ്ങുക. ഞാനൊരു പെൺമണിയെ കണ്ടു.
ബേത്ലഹേം വഴി ഞാനൊരു പെൺമണിയെ കണ്ടു. നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴി ഒരുവൻ വന്നറിയിച്ച മാനവനെങ്കിലുമാകൂരൻ താനേക്കും സഭയിൻ ശാപം പലതരമുപദേശങ്ങളോ പാരിമുളച്ചു പരക്കുന്നു. ദൈവത്തിൻ ഉപദേശം അവസാനിപ്പിപ്പോ ധന്യൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ ഇബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായ ബാരിക്മോൻ. നമ്മുടെ വീഴ്ത്തനുഗ്രഹങ്ങൾ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവം മുമ്പ് നമ്മുടെ പിതാക്കന്മാരോട് ഭാഗമായും വിവിധ ദൃഷ്ടാന്തങ്ങളിൽ സംസാരിച്ചു. ഈ അവസാന കാലഘട്ടത്തെ തന്റെ പുത്രൻ മുഖാന്തരം നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ആ പുത്രനെ താൻ സകലത്തിനും അവകാശിയാക്കുകയും അവൻ മൂലം ലോകത്തെ ഉളവാക്കുകയും ചെയ്തു. അവൻ തന്റെ രഹസ്യന്റെ കിരണവും തന്റെ നിത്യതയുടെ പ്രതിബിംബവും തന്റെ വചനത്തിന്റെ ശക്തിയാൽ സകലത്തെയും അടക്കിയ വായുവായിരുന്നു. താൻ സുശരീരം കൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി മേലുയരങ്ങളിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരുന്നു. താൻ അവകാശനാമം മാലാഖമാരുടേക്കാൾ ശ്രേഷ്ഠമായിരുന്നതുപോലെ തന്നെ താൻ അവരെക്കാൾ അതിശ്രേഷ്ഠനായി തീരുന്നു. എന്തെന്നാൽ മാലാഖമാർ ആരോടെങ്കിലും നീ എന്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നോ ഞാൻ അവൻ പിതാവായിരിക്കും അവൻ എനിക്ക് പുത്രനായിരിക്കുമെന്നോ എപ്പോഴെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടോ? വീണ്ടും ആദിജാതന ലോകത്തിലേക്ക് താൻ പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സർവ്വദൂതന്മാരും അവനെ വന്ദിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ആമീന. ഹായ് ബാരിക്മോ. നാഥൻ ചൊന്നെന്നോടൻ തനയൻ നീ എന്നാൾ നിന്നെ ഉൽപ്പാദിപ്പിച്ച് ഹല്ലേലൂയ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ ദൈവനും രക്ഷയും പ്രസംഗിക്കുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധമായ എവൻഗേലിയോൻ സത്യപ്രാസംഗികനായ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് നമ്മുടെ രക്ഷകനായ വിശുദ്ധവന്യറിയാം ശരീരം ധരിച്ച നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ ധരണപ്പെരുന്നാളിൽ ഇപ്രകാരം സംഭവിച്ചു. കാലത്ത് തന്റെ ആധിപത്യത്തിൽപ്പെട്ട ജനങ്ങളെല്ലാം
പേർ വഴി ചാർത്തുവാൻ വേണ്ടി അഗസ്തോസ് കൈസറിൽ നിന്ന് ഒരു കൽപ്പനയുണ്ടായി. കുറീനോസ് സിറിയയിൽ നാടുവാഴിയായിരിക്കുമ്പോൾ ഇത് ആദ്യത്തെ പേർ വഴി ചാർത്തലായിരുന്നു. എല്ലാവരും അവനവന്റെ സ്വന്തം പട്ടണത്തിലേക്ക് യാത്ര ചെയ്യപ്പെട്ടു. യൗസേഫും ദാവീദിന്റെ ഗോത്രത്തിലും കുടുംബത്തിലും ഉൾപ്പെട്ടവനായിരുന്നതുകൊണ്ട് ദാവീദിന്റെ ബെത്ലഹേം എന്ന് വിളിക്കപ്പെടുന്ന പട്ടണത്തിലേക്ക് തനിക്ക് വിവാഹ നിശ്ചയിക്കപ്പെട്ടിരുന്ന ഗർഭിണിയായ മറിയാമിനോടുകൂടെ യാത്രയാകുകയും ചെയ്തു. അവരവിടെ പാർക്കുമ്പോൾ അവൾക്ക് പ്രസവകാലം തികഞ്ഞു. അപ്പോൾ അവൾ തന്റെ ആദ്യപുത്രനെ പ്രസവിക്കുകയും അവർ പാർത്തിരുന്നിട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് കുഞ്ഞിനെ വസ്ത്രങ്ങൾ പുതപ്പിച്ചൊരു പുൽത്തൊട്ടിയിൽ കിടത്തുകയും ചെയ്തു. അവർ പാർത്തിരുന്ന സ്ഥലത്തിടയന്മാർ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾ രാത്രിയാമത്തിൽ കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ മാലാഖ അയക്കുവാൻ അപ്പോൾ അവിടെ വക്കിലേക്ക് വന്നു. കർത്താവിന്റെ തേജസ്സും അവന്റെ മേൽ ശോഭിച്ചു. അവർ ഏറെ ഭയപ്പെട്ടു. മാലാഖ അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, സർവലോകത്തിന് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മശീഹ എന്ന കർത്താവെന്ന രക്ഷിതാവ് നിങ്ങൾക്കായെന്ന് ദാവീദിൻ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമായിരിക്കും, ശീലകൾ പുതപ്പിച്ചൊരു പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന കുഞ്ഞിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് മാലാഖമാരോടുകൂടെ അനേകം സ്വർഗീയ സൈന്യങ്ങൾ പ്രത്യക്ഷമായി. ആ സ്വർഗീയ സൈന്യങ്ങൾ ഇപ്രകാരം ആർത്തിരമ്പിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സമാധാനം, മനുഷ്യരിൽ സംപ്രീതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സമാധാനം, മനുഷ്യരിൽ സംപ്രീതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സമാധാനം, മനുഷ്യരിൽ സംപ്രീതി. മാലാഖമാരുടെ സ്തുതിപ്പോൾ ചൊല്ലിത്തരും, അതെല്ലാവരും നിർത്തി ഏറ്റുചൊല്ലുക. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്ന പോലെ ബലഹീനന്മാരും പാപികളുമായ ഞങ്ങളും അങ്ങേ സ്തുതിച്ചു പുകഴ്ത്തുന്നു. കാലമൊക്കെയിലും നേരമൊക്കെയിലും ഉയരങ്ങളിൽ ദൈവത്തിന് സ്തുതിയും, ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യമക്കൾക്ക് എല്ലാ ശരണം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തോത്രത്തിന്റെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു. സർവശക്തിയുള്ള പിതാവും സ്വർഗീയ രാജാവും യേശു മിശിഹയാകുന്ന ഏകപുത്രനായ ദൈവമായ കർത്താവേ, നിന്റെ സ്തുതിയുടെ വലിപ്പം നിമിത്തം ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രനും വചനവും
ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും ലോകത്തിന്റെ പാപത്തെ വഹിച്ചവനുമായ വഹിച്ചവനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായുള്ളവേ ദൈവത്തിന്റെ കുഞ്ഞാടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായുള്ളവേ വഹിച്ചവനുമായല്ലോ നിന്റെ ചെവി ചായിച്ച് നിന്റെ ചെവി ചായിച്ച് ഞങ്ങളുടെ അപേക്ഷയെ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ അപേക്ഷയെ കൈക്കൊള്ളണമേ. പിതാവിന്റെ വലത്ത് ഭാഗത്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് മഹത്വത്തോടിരിക്കുന്നവനായുള്ളവേ മഹത്വത്തോടിരിക്കുന്നവനായ ദൈവതോന്നി ദൈവത്തോന്നി ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. എന്തെന്നാൽ നീ മാത്രം എന്തെന്നാൽ നീ പരിശുദ്ധനാകുന്നു. പിതാവാം ദൈവത്തിന്റെ മഹത്വത്തിനും പിതാവായ ദൈവത്തിന്റെ ശുദ്ധഹായോടുകൂടെ യേശുമിശിഹായാകുന്ന നീ മാത്രം കർത്താവും ആകുന്നു. ആമേൻ. എല്ലാ കാലത്തും ഞങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയും നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും നീക്ക് വാഴ്ത്തപ്പെട്ടത് നിത്യത്വമുള്ളതുമായ നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, നീ എന്നേക്കും സ്തുതിക്കപ്പെട്ടവനാകുന്നു. നീ എന്നേക്കും മഹത്വമുള്ളവനാകുന്നു. സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. മഹത്വം നിനക്ക് യുക്തവുമാകുന്നു. സകലത്തിന്റെയും ദൈവവും സത്യത്തിന്റെ പിതാവുമായുള്ളവേ, നിനക്ക് ഏകജാതനും ജീവനുള്ള നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും എന്നേക്കും പുകഴ്ചയാകുന്നു. ഓരാനേശം സിഹ നിന്റെ കരുണാവാതിൽ ഞങ്ങളുടെ നേരെ നടക്കരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളെ ഞങ്ങളേറ്റുപറഞ്ഞു ഭഗവാനായിട്ട് കരുണയുണ്ടാകണമേ. മാലാഖമാർ അവിടെ വിട്ടിട്ട് സ്വർഗ്ഗത്തിലേക്ക് പോയ ശേഷം ആട്ടിടയന്മാർ നമുക്ക് ബേത്ലഹേം വരെ ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച പ്രകാരമുണ്ടായ ആ സംഗതികളെ കാണാമെന്ന് പറഞ്ഞു. അവർ വേഗത്തിൽ ചെന്ന് മറിയാമിനെയും യൂസഫിനെയും പുൽക്കൂട്ടിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടതിനു ശേഷം ആ ശിശുവിനെ കുറിച്ച് പറയപ്പെട്ട സംഗതികളെല്ലാം അറിയിക്കുകയും ചെയ്തു. കേട്ടവർക്കെയും ആട്ടിടയന്മാർ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയാമാകട്ടെ വാർത്തകളൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്തു. ഇടയന്മാർ തങ്ങളോട് അറിയിക്കപ്പെട്ട പ്രകാരം കാണുകയും കേൾക്കുകയും ചെയ്ത ശേഷം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങിപ്പോവുകയും ചെയ്തു. ശൈനോ ശ്ലോമോ കുൽഖോൻ ബേദലഹേ വഴിപോ ഞാനൊരു മണിയെ കണ്ടു. ാണ്
ബേത്ലഹേം വഴി പോകുന്നു ഞാനൊരു പെൺമണിയെ കണ്ടു വത്സലനെ താലോലിക്കും ദാവീദാത്മജമറിയാമിൻ പെൺ കോഴിയുടെ തിരുവടിയിൽ അവനെ വന്നു നിരീക്ഷിച്ച് നാല് ദിക്കിലേക്കും ഉയർത്തി ശ്ലീബ ആഘോഷിക്കുന്ന സന്ദർഭമാകുന്നു ഇപ്പോൾ. നാല് ദിക്കിലേക്കും വിശുദ്ധ കുരിശുയർത്തി മനുഷ്യന്റെ അധ്വാനങ്ങളെയും പരിശ്രമങ്ങളെയും ഉപജീവന മാർഗങ്ങളെയും കുടുംബങ്ങളെയും എല്ലാം വാഴ്ത്തി ഈ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, കന്യകമറിയാമിൽ നിന്നുള്ള നിന്റെ ജന്മപ്പെരുന്നാളിനെ ബഹുമാനിക്കുകയും നിന്റെ ജനനത്തിന്റെ മാതൃകയെ ഞങ്ങളുടെ ഉള്ളിൽ ആഘോഷിക്കുവാനും ദൈവപ്രദമായ നിന്റെ ശ്ലീബായെ പുകഴ്ത്തുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവ് നിത്യദൈവമായുള്ളവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. നിനക്ക് പ്രീതികരമായ നല്ല പ്രവർത്തികളാൽ ഞങ്ങളെപ്പോഴും സന്തോഷിപ്പിക്കുമാറാകണമേ. എല്ലാ ഉപദ്രവത്തിൽ നിന്നും നിന്റെ ശ്ലീബായുടെ പാർശ്വങ്ങളാൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെടുമാറാകണമേ. മോറാൻ വാലോഹാൽമേ ബേദലകെ മിലഗുഹദന്നിൽ ചെയ്യാൻ സകലേശൻ തന്മാനത്തിനാകരണം പ്രാചീൻ നിന്നും പ്രാജ്ഞന്മാർ കർത്താവിനെ വിശ്വാസികളെ സ്തോത്രസമേതം ബേദലഹേമിൽ ദൈവസുതൻ
ദിവസം നിബിയന്മാർക്കും ചൊല്ലിയതാം വചനം ലിഖിതം മുദ്രിതമാം തിരുജനനത്തെ മാനിച്ച സ്ലീബായി കുറുപ്പുന്നെങ്ങൾ പ്രാർത്ഥനയോടതുനാ ഞങ്ങൾ ഘോഷമണിങ്ങനെ പാടിയിടും. പാറക്കുമോറവിവാഹതയും നിത്യകന്യകയുമായവളിൽ നിന്ന് ഏകനായി ജനിച്ച ഏകജാതനായുള്ളോവേ, നിന്റെ പ്രകാശം ഞങ്ങളുടെ ഉള്ളിൽ ഉദിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, ഉന്നതങ്ങൾ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ സമാധാനം, മനുഷ്യരിൽ സംപ്രീതി എന്ന് മാലാഖമാരോടുകൂടെ അട്ടഹസിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പാറക്കുമോർ മോറൻ മാലോഹാൻ ലോൽമീ. സുന്ദരിയാം കന്യയിൽ നിന്നും ന്യൂനതയിൽ നീ കരുവേറാം വാനിൽ താരം കൺമണിയിൽ ന്യൂനതയിൽ നീ നിവസിച്ച സ്തുതിയാൽ നമ്മൾക്ക് അവനെ വാഴ്ത്തി പാടിലകുവതന്നെ ദൈവം ഈ ദിവസത്തിൽ ധൂരന്മാർ അജപാലന്മാർ കൈവേലി ജാതികളെ പെരുന്നാൾ ഘോഷിച്ചാശ്രീവായ അങ്ങയുടെ ജന്മത്താൽ മേലുള്ളവർക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടായി. ഭൗമികർക്ക് നിരപ്പും സമാധാനവും പ്രത്യാശയും നൽകപ്പെട്ടു. പിതാവിനും മാതാവിനോടെ ചെയ്തു ചേരുന്ന കോപം നീക്കപ്പെടുകയും ചെയ്തു. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, അങ്ങയുടെ പെരുന്നാളിൽ സന്തോഷിക്കുവാനും കോപത്തിൽ നിന്ന് സ്വതന്ത്രരായി തീരുവാനും അടിയങ്ങൾക്ക് കൃപ നൽകണമേ. ബാരിക് മോർ മോറൻ മാലോഹാൻ ലവൽമീ. ദൈവത്തിൻ മാതാവേ നീ ഉൾത്തളമഭിമാനം കൊള്ളൂ മാനസമാനം നീക്കുന്നു നിന്നിൽ നിന്നു ശരീരത്തെ പൂർണ്ണവനാം വചനം ദൈവം തിരുജനത്തിനു പിൻപിഹവിൽ കന്യാത്വത്തെ ശിശുജാതം ചെയ്തോ വിധാനം സ്വയമേ ദൈവം ശിശുവിപ്പോ വെളിവായ വിസ്മയമല്ലോ അവനെയും രക്ഷാകരമാം കുരിശിനെയും കുറുപ്പുന്നുലകം പ്രാർത്ഥനയോടതുനാ ഞങ്ങൾ ഘോഷമൊഴിഞ്ഞ് പാടി Gloria
ആമീൻ. ബാറക്കുമോർ തിരുവിഷ്ടത്തോടെ ജന്മത്തിനായി വരികയും തൻ്റെ ജന്മത്താൽ കന്യയായ മാതാവിൻ്റെ മുദ്രകൾക്കോ കന്യാവൃതത്തിനോ അഴിവ് വരാതിരിക്കുകയും ചെയ്തവനും അനാഥിന്ത പിതാവിൻ്റെ പുത്രനും വചനവുമായുള്ളവേ, സംശയരഹിതമായി നീ ദൈവം തന്നെയാകുന്നുവെന്ന് നിന്നെക്കുറിച്ച് ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ കർത്താവ് നിത്യദൈവമേ, നിന്നിൽ നിന്നുള്ള നിരപ്പ് സമാധാനവും സകലവിധമായ അപകടങ്ങളിൽ നിന്നുമുള്ള സംരക്ഷണവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ബാറക് മോറൻ വലോഹൻ ലവൽ മീ ആത്മജനനത്തിൽ ഗുരുവിൽ ശാന്തിയനും വാനിൽ സ്തുതികരനും നരലോകർക്ക് ശരണവും ശ്രീമാനേ ജനനീ പ്രാർത്ഥന എന്നിവയായി ചേരുവനങ്ങളിൽ ഉൾപാദത്തിൻ പ്രഹരങ്ങൾ വിഷയങ്ങൾ ശാന്തിയും സമവും നിവസിപ്പിക്കണം. പ്രാർത്ഥനയോടൊതുനാങ്ങൾ കോശമൊഴിഞ്ഞ് പാടി മാലാഖയുടെ ക്രമം ആരംഭിക്കുന്നു. പതിവനുസരിച്ച് ഓരോ വാക്യത്തിനും പ്രതിവാക്യമായി ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നുവെന്നും നാലാമത് പ്രതിവാക്യമായി ഞങ്ങൾക്ക് വേണ്ടി ജാതം ചെയ്തവനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ചൊല്ലുക. അത് മാലാഖേ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ.
ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോൾ ഞങ്ങളുടെ മരണസമയത്തിലും പഴമ ഓരോന്നും വായിച്ചതിന് ശേഷം വിശുദ്ധ കുർബാന പരസ്യമായിട്ട് ആരംഭിക്കുന്നു. എല്ലാവർക്കും ഇരിക്കാം. നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദം ഇതെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. ദീർഘദർശിമാരുടെ തലവനായ മോശയുടെ 1-ാം പുസ്തകത്തിൽ നിന്നും പാർക്കുമോ. സ്തുതിയും നമ്മുടെ മേത്തിന് അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് അരുളി ചെയ്യുന്ന പ്രകാരം സാറായെ ഓർത്തു. താൻ പറഞ്ഞിരുന്നത് പോലെ സാറായിക്ക് ചെയ്തു. സാറാവിന്റെ വൃദ്ധതയിൽ അബ്രഹാമിന് ദൈവം അവനോട് പറഞ്ഞിരുന്ന സമയത്ത് ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. സാറാ അബ്രഹാമിനെ പ്രസവിച്ച മകനെ അവൻ ഇസഹാക്ക് എന്ന പേർ വിളിച്ചു. ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചിരുന്ന പ്രകാരം അവൻ തൻ്റെ മകനായ ഇസഹാക്കിന് 8-ാം ദിവസം പരിച്ഛേദന കഴിച്ചു. തൻ്റെ മകനായ ഇസഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് 100 വയസ്സായിരുന്നു. ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കുമെന്ന് സാറാ പറഞ്ഞു. സാറാ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആർ പറയുമായിരുന്നു? അവൻ്റെ വാർദ്ധക്യത്തിലല്ലോ ഞാൻ അവനൊരു മകനെ പ്രസവിച്ചത് എന്നും അവൾ പറഞ്ഞു. പൈതൽ വളർന്ന് മുലകുടി മാറി. ഇസഹാക്കിൻ്റെ മുലകുടി മാറിയ നാളിൽ
അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. ബാറക്കുമോർ. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബാറക്കുമോർ. എന്നേക്കുമുണ്ടായിരിക്കട്ടെ. എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ട് അവൻ സെബുലൂൺ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാനക്കരെയുള്ള ജാതികളുടെ മണ്ഡപത്തിന് സമീപം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് വാർത്തിരുന്നവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവൻ തന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിദ്യാന്റെ നാട്ടിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരിപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറകുപോലെ തീക്കിരയായി തീരും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിന്മേലിരിക്കും. അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും അവന്റെ അധികാരം അതിരില്ലാത്തതാണ്. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകയില്ല. ബാറക്കുമോ. Amen.